شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങൾ മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം തുർമുദി റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഒരു വാചകം ഹിഫ്ലാക്കുകയുണ്ടായി. എന്താണ് ആ വാചകം? ദ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. വളരെ ലളിതമായ ഒരു വാചകമാണ്. പക്ഷേ ഇസ്ലാമിൻ്റെയും മുസ്ലിമായി, മുഅ്മിനായി, വിശ്വാസിയായി, തഖ്വയോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെയും വലിയൊരു വഴി നമ്മൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു വാചകം കൂടിയാണ്. ദ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. നിനക്ക് വിശ്വാസത്തിൻ്റെ, ജീവിതത്തിൻ്റെ, ധാർമ്മികമായ മുന്നോട്ട് പോക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും നീ സ്വീകരിക്കേണ്ട ഒരു അടിസ്ഥാനം, നിൻ്റെ മുമ്പിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാവും. ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് മാറ്റി നിർത്തേണ്ടത്, ഏതാണ് ശരിയായ വഴി, ഏതാണ് ശരിയല്ലാത്ത വഴി, ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം. എപ്പോഴും അത്തരം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ആചാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാവട്ടെ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാവട്ടെ, ദ മാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്. നിനക്ക് സംശയങ്ങളും ആശങ്കകളും തോന്നുന്ന കാര്യങ്ങളെ നീ മാറ്റിവെക്കുകയും ഒട്ടും ആശങ്കയില്ലാത്ത, ഏറ്റവും ഉറപ്പുള്ള, നിനക്ക് ബോധ്യമുള്ള, ഏറ്റവും ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മുറുകെ പിടിച്ച് സംശയമില്ലാത്ത വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. ഇസ്ലാമിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇസ്ലാമിക കർമ്മങ്ങളിൽ സുശക്തമായ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ, സ്വാഭാവികമായൊരു വിശ്വാസിയുടെ മുൻപിൽ പല ഘട്ടങ്ങളിലും വന്നു ചേരുന്ന പ്രശ്നങ്ങളാണ്. അധുനാധുനികമായ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, ടെക്നോളജിയുടെ കാലത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ വിവിധങ്ങളായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായി വരും. അത്തരം കാര്യങ്ങളിലൊക്കെയും ചിലപ്പോൾ സംശയമുള്ള കാര്യങ്ങളുണ്ടാകും, ഒട്ടും സംശയമില്ലാതെ നമുക്ക് മുന്നോട്ട് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ അത്തരം മസ്അലകളിൽ, അത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും ശരിയായ വഴി, വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന, വിശുദ്ധ ഖുർആനിനോട് ചേർന്ന് നിൽക്കുന്ന, പ്രവാചകൻ്റെ അധ്യാപനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾക്ക് ഏറ്റവും കൺവിൻസിങ് ആയ, നമ്മളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന, നമ്മളുടെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ ഏറ്റവും യുക്തമാണ് എന്ന് ബോധ്യപ്പെടുന്ന വഴി നമ്മളുടെ മുമ്പിലുണ്ടാകും. ആ വഴി ഏത് എന്ന് തിരിച്ചറിയുകയും അവിടെ ആരുടെയെങ്കിലുമൊക്കെ നമ്മൾ ഏറ്റവും അടുത്ത, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾക്ക് ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള, നമ്മൾക്കൊരു നല്ല സജഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളുമായി കൺസൾട്ട് ചെയ്യേണ്ട മേഖലകളുണ്ടാവും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ മുന്നോട്ട് പോകുമ്പോൾ കൺഫ്യൂഷനുകൾ വരും. അതല്ലെങ്കിൽ വൈയക്തികമായ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ കൺഫ്യൂഷനുകൾ വരും. ഒരു ഫാമിലി എന്ന നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തു ഡിസിഷനാണ് എടുക്കേണ്ടത്, സംശയങ്ങൾ വരും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തന്നെ ആധുനിക ലോകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പങ്ങളും, ഏത് ഡിസിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓരോ തലത്തിലും അതിൻ്റെ എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളായ, നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടി വരും. മതപരമായ കാര്യങ്ങളിൽ മതപരമായ ആളുകളുടെ അഡ്വൈസ് സ്വീകരിക്കേണ്ടി വരും. എല്ലാ കാര്യത്തിനും ഇസ്ലാം ഒരു അടിസ്ഥാനമായി പറയുന്ന കാര്യമാണ് ദ മാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്. നിനക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യത്തിൽ നീ അത്തരം കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ രൂപീകരിച്ച് സ്വീകരിക്കുന്ന കാര്യങ്ങളെ ഏറ്റവും മനസ്സിൻ്റെ ഒരു ശക്തമായ ധാരണയോടുകൂടി സ്വീകരിച്ച് അഴകുഴമ്പൻ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാതെ ഏറ്റവും ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ള ഈ ഒരു സന്ദേശം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എപ്പോഴും
ഒരു മനസ്സിനൊരു ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.